നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് CSIR നിന്നാണ്. സെൻട്രൽ ഇലക്ട്രോ കെമിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കാരക്കോടിയിലേക്കാണ് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. സോ ഇത് റിസർച്ചും പ്രോജക്ട് സയൻറ്റിസ്റ്റ് ബേസിസിലുള്ള വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സോ അതിൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ഡേറ്റ് 3/7/2026, ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് 13/7/2026 ആണെന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം. സോ ഏതൊക്കെ പോസ്റ്റാണ് വിളിച്ചിരിക്കുന്നത് നോക്കാം. പ്രോജക്ട് സയൻറ്റിസ്റ്റ് 3, അതുപോലെ റിസർച്ച് അസോസിയേറ്റ് 1, ദെൻ പ്രോജക്ട് സയൻറ്റിസ്റ്റ് 1 അങ്ങനെയാണ് വിളിച്ചിരിക്കുന്നത്. ടോട്ടൽ 10 വേക്കൻസിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സോ ഇതിന് നമ്മൾ സബ്ജക്ട് കോഡ് ബേസിസിലാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് വന്നിരിക്കുന്നത് കെമിസ്ട്രി കെമിക്കൽ സയൻസിലേക്കാണ്. സോ പ്രോജക്ട് സയൻറ്റിസ്റ്റ് 3 നോക്കാം. PhD ഇൻ കെമിസ്ട്രി ഓർ ഇക്വലന്റ് വിത്ത് 7 years എക്സ്പീരിയൻസ് ആവശ്യമാണ്. 45 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 70,000 പ്ലസ് HR ആണ് അലവൻസ് കിട്ടുന്നത്. പിന്നീട് റിസർച്ച് അസോസിയേറ്റ് 1 ആണ്. PhD ഇൻ കെമിക്കൽ സയൻസ് ഒരു തത്തുല്യം പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. 35 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 58,000 പ്ലസ് HR അലവൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നീട് വിളിച്ചിരുന്ന പ്രോജക്ട് സയൻറ്റിസ്റ്റ് 1 ആണ്. PhD ഇൻ കെമിക്കൽ സയൻസ് ഓർ ഇക്വലന്റ് വിത്ത് 4 years റിസർച്ച് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 35 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 56,000 പെർ പ്ലസ് HR അലവൻസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. നെക്സ്റ്റ് വന്നിരിക്കുന്ന സബ്ജക്ട് കോഡ് 0S02 ആണ്. ഫിസിക്കൽ സയൻസ്, മെറ്റീരിയൽ സയൻസ്, നാനോ ടെക്നോളജിയിലേക്കാണ്. സോ ഇതിൻ്റെ ഫസ്റ്റ് വന്നിരിക്കുന്ന പൊസിഷൻ പ്രോജക്ട് സയൻറ്റിസ്റ്റ് 3 ആണ്. PhD ഇൻ ഫിസിക്സ്, നാനോ ടെക്നോളജി ഓർ ഇക്വലന്റ് പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. വിത്ത് 7 years എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അത് റിസർച്ച് ബേസിസിൽ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ME ഓർ MTech ഇൻ നാനോ ടെക്നോളജി പഠിച്ചവർക്കും അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ അതിൻ്റെ തത്തുല്യവും അതോടൊപ്പം തന്നെ 7 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. 45 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 78,000 പ്ലസ് HR അലവൻസ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് റിസർച്ച് അസോസിയേറ്റ് PhD ഇൻ ഫിസിക്കൽ സയൻസ് ഒരു മെറ്റീരിയൽ സയൻസ് ഒരു ഇക്വലൻ്റ് ആണ്. 35 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 58,000 പ്ലസ് HR അലവൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പ്രോജക്ട് സയൻറ്റിസ്റ്റ് 1 ആണ്. PhD ഇൻ ഫിസിക്കൽ സയൻസ്, മെറ്റീരിയൽ സയൻസ് ഓർ ഇക്വലന്റ് വിത്ത് 4 years റിസർച്ച് ഓർ എക്സ്പീരിയൻസ്. 35 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 56,000 പ്ലസ് HR അലവൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വന്നിരിക്കുന്ന സബ്ജക്ട് കോഡ് എന്ന് പറയുന്നത് ബയോടെക്നോളജി ആണ്. ബയോളജി S03 ആണ്. പ്രോജക്ട് സയൻറ്റിസ്റ്റ് 3യിലേക്ക് മാത്രമാണ് ഇത് വേക്കൻസി വന്നിരിക്കുന്നത്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ PhD ഇൻ ബയോടെക്നോളജി ഓർ ബയോളജി ഓർ ഇക്വലന്റ് വിത്ത് 7 years റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എക്സ്പീരിയൻസ്. അതോടൊപ്പം തന്നെ നിങ്ങൾ മറ്റ് ക്വാളിഫിക്കേഷൻ പറയുന്നത് ME ഓർ MTech ബയോടെക്നോളജി ഓർ ഇക്വലന്റ് വിത്ത് 7 years എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ. 45 വയസ്സുള്ളവർക്ക് അപ്ലൈ 78,000 പ്ലസ് HR അലവൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വന്നിരിക്കുന്ന സബ്ജക്ട് കോഡ് S04 ആണ്. കെമിക്കൽ എഞ്ചിനീയറിംഗിലേക്കാണ്. സോ പ്രോജക്ട് സയൻറ്റിസ്റ്റ് 3യിലേക്ക് ME ഓർ MTech ഇൻ കെമിക്കൽ എഞ്ചിനീയറിംഗ് ഓർ ഇക്വലന്റ് വിത്ത് 7 years എക്സ്പീരിയൻസ്. 45 വയസ്സുള്ളവർക്ക് അപ്ലൈ 78,000 പ്ലസ് HR അലവൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് അതോടൊപ്പം ME ഓർ MTech ഇൻ കെമിക്കൽ എഞ്ചിനീയറിംഗ് ഓർ ഇക്വലന്റ് വിത്ത് 4 years എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ 35 വയസ്സുള്ളവർക്ക് അപ്ലൈ 56,000 പ്ലസ് HR അലവൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വന്നിരിക്കുന്ന സബ്ജക്ട് കോഡ് S05 മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലേക്കാണ്. ക്വാളിഫിക്കേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഏത് പൊസിഷൻസ് ആണ്. സോ പ്രോജക്ട് സയൻറ്റിസ്റ്റ് 3യിലേക്ക് ME ഓർ MTech ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഓർ ഇക്വലന്റ് വിത്ത് 7 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കാം. 45 വയസ്സുള്ളവർക്ക് അപ്ലൈ 78,000 പ്ലസ് HR അലവൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നീട് വിളിച്ചിരുന്ന പ്രോജക്ട് സയൻറ്റിസ്റ്റ് 1 ആണ്. ME ഓർ MTech ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഓർ ഇക്വലന്റ് വിത്ത് 4 years എക്സ്പീരിയൻസ്. 35 വയസ്സുള്ളവർക്ക് അപ്ലൈ 56,000 പ്ലസ് HR അലവൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇത്രയും വേക്കൻസികളാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത്. എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എലിജിബിൾ കാൻഡിഡേറ്റ് ടു അപ്ലൈ ഓൺലൈൻ ത്രൂ ആണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് 13/7/2026 വൈകിട്ട് 5 മണിക്ക് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. മറ്റൊരു മോഡ് ഓഫ് അവൈലബിൾ ആവുന്നില്ലെന്ന് പറയുന്നുള്ളൂ. ഓൺലി ത്രൂ ഓൺലൈൻ ആപ്ലിക്കേഷൻ മാത്രമേ അവർ സ്വീകരിക്കത്തുള്ളൂ എന്നും പറയുന്നുണ്ട്. ജസ്റ്റ് അത് നോക്കാം. നിങ്ങളുടെ സെലക്ഷൻ വരുന്നത് ഇൻ്റർവ്യൂ ബേസിസിലായിരിക്കും. ഇൻ്റർവ്യൂ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഓൺലൈനോ ഓഫ്ലൈനോ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ സെലക്ട് ചെയ്യാവുന്നതാണ്. സോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ തന്നെ അവർ ചൂസ് ചെയ്യും. ചോദിക്കുന്നുണ്ട് പ്രിഫേർഡ് മോഡ് ഇൻ്റർവ്യൂ ഏതർ ഓൺലൈൻ ഓർ ഓഫ്ലൈൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഓൺലൈനിൽ കൊടുക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങളുടെ ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത് ഓൺലൈൻ ആയിരിക്കും. അത് ജസ്റ്റ് നോക്കുക. അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ഇൻ്റർവ്യൂ എല്ലാം മെൻഷൻ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ ഏജ് റിലാക്സേഷൻ SC/ST കാൻഡിഡേറ്റിന് അതിനായിട്ടുള്ള ഏജ് റിലാക്സേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫൈനൽ സെമസ്റ്റർ സ്റ്റുഡൻസിന് അല്ലെങ്കിൽ റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നവരെ ഇതിൽ കൺസിഡർ ചെയ്യത്തില്ലെന്നും ജസ്റ്റ് പറയുന്നുണ്ട്. അതും കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ട് വന്നിരിക്കുന്നത്. സോ ഇതാണ് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരെല്ലാം CSIR സെൻട്രൽ ഇലക്ട്രോ കെമിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കാരക്കുടിയിലെ വെബ്സൈറ്റിൽ കയറി അപ്ലൈ ചെയ്യാവുന്നതാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാൻ. താങ്ക് യു.